ഹായ് ഓൾ, നമ്മൾ കെമിസ്ട്രിയുടെ ടോപ്പിക് വൈസിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. വാതക നിയമങ്ങളാണ്. ചാൾസ് നിയമം, ബോയിൽ നിയമം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ പുതിയ SCRT വേറെ കുറച്ച് നിയമങ്ങളും കൂടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ലെസൺ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഏത് ലെസൺ, ഏത് സ്റ്റാൻഡേർഡ് ആണ്, എത്രാമത്തെ ലെസൺ ആണ്, ഇതൊക്കെ ഞാൻ പറയാറുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് താഴെ കമന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മുഴുവൻ 10th സ്റ്റാൻഡേർഡിലെ ക്ലാസ്സുകളാണ്. ടോപ്പിക് വൈസ് ആയിട്ട് എടുത്തെടുത്ത് പോവുകയാണ് കേട്ടോ. അപ്പൊ അതിൽ കുട്ടികൾക്കായിട്ടുള്ള പ്രശ്നങ്ങൾ, ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ആ ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാം പ്രയോജനപ്പെടുത്തിയിട്ട് സയൻസിൽ നിന്ന് 3 ഭാഗങ്ങളിൽ നിന്ന്, ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും, ഒരു മാർക്ക് നഷ്ടപ്പെടാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക. വീണ്ടും നന്നായിട്ട് റിവിഷൻ ചെയ്യുക. 3, 4, 5 പ്രാവശ്യം ഒക്കെ റിവിഷൻ വരണം. എങ്കിൽ മാത്രമേ അത് മാർക്കാക്കി മാറ്റാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ബയോളജിയിൽ എന്ത് ചെയ്തു, ഒരു 5 ടോപ്പിക് ബയോളജിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് കെമിസ്ട്രിയിലേക്ക് കടന്നു. 2 ടോപ്പിക്കൊക്കെ നമ്മൾ തിരിച്ചു അതേപോലെ ഫിസിക്സ് വരും, ബയോളജി വരും, അങ്ങനെ മാറി മറിഞ്ഞ് ഏതൊക്കെ മേഖലയ്ക്കാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഏരിയ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. എങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പവും കണ്ടോ, ഇതാണ് 4ാമത്തെ ലെസൺ ആണ് കേട്ടോ. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസൺ ആണ്. ഇവിടെ നോക്കിക്കേ, വാതകങ്ങൾ സൂക്ഷ്മ കണികകളാൽ, അതായത് ആറ്റങ്ങൾ, തന്മാത്രകൾ അല്ലെ എന്നിവ നിർമ്മിതമാണ്. വാതകങ്ങൾ എങ്ങനെയാണ് ഗ്യാസസ് എന്ന് പറയുന്നത് സൂക്ഷ്മ കണികകളാൽ. അപ്പൊ സൂക്ഷ്മ കണികകളിൽ ഏതൊക്കെ വരും? ആറ്റങ്ങൾ വരും, തന്മാത്രകൾ വരും. ഇതുകൊണ്ട് നിർമ്മിതമാണ്. ഇനി വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം, ഇതെല്ലാം പോയിന്റ് ആണ്. SCRT അങ്ങനെ ലെസൺ വെച്ച് തരികയല്ല കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, വാതക തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം വളരെ കുറവാണ്. വാതക തന്മാത്രകൾ. ഇനി തന്മാത്രകൾ തമ്മിൽ അകലം വളരെ കൂടുതലായതിനാൽ വാതകത്തിന്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക തന്മാത്രകളുടെ ആകെ വ്യാപ്തം വളരെ നിസ്സാരമായിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വാതക തന്മാത്രകൾ എപ്പോഴും എന്തായിരിക്കും? അകലം കൂടുതലായിരിക്കും. വാതക തന്മാത്രകൾ എപ്പോഴും അകലം എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ഖരതന്മാത്രകളിലാണ് അകലം കുറവ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തേതൊക്കെ പഠിച്ചല്ലോ. ഇനി അടുത്ത് നോക്കിയേ, വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് വ്യാപ്തം കുറയ്ക്കാൻ കഴിയും. കണ്ടോ, വാതക തന്മാത്രകൾക്കിടയിലെ അകലം കുറച്ചു കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം കുറയ്ക്കാനായിട്ട് കഴിയും. വാതക തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ തമ്മിലും അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയുമായും കൂട്ടിമുട്ടലുകൾ സംഭവിക്കുന്നു. തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ ഇടിച്ചുണ്ടാവുന്ന ബലമാണ് വാതക മർദ്ദത്തിന് കാരണമാകുന്നത്. അപ്പൊ വാതക മർദ്ദത്തിന് അല്ലെ, ഗ്യാസ് പ്രഷറിന് കാരണമാകുന്നത് എന്താണ്? വാതക തന്മാത്രകൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇതൊരു ബൗളാണെന്ന് വെക്കുക. ഈ ഒരു ബൗളിന്റെ ഉള്ളിൽ ഗ്യാസ് എന്ത് ചെയ്യും? എല്ലാ ഭാഗങ്ങളിലേക്കും, നാനാ ഭാഗങ്ങളിലേക്കും എന്ത് ചെയ്യുന്നുണ്ടത്? നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഈ ചലനത്തിന്റെ ഫലമായി തന്മാത്രകൾ തമ്മിലും, അപ്പോ ഇത് ഒരു തന്മാത്ര തമ്മിൽ ഇതിൽ കൂട്ടിമുട്ടും, ഇത് ഇതിൽ കൂട്ടിമുട്ടും, ഇത് ഇതിൽ പരസ്പരം എന്ത് ചെയ്യും? കൂട്ടിമുട്ടും. അങ്ങനെ അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ഭിത്തിയുമായിട്ടും, അപ്പൊ ഈ ഓരോ ഭിത്തിയിലും എന്ത് ചെയ്യും? കൂട്ടിമുട്ടലുകൾ സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്യാണ്? തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ ഇടിച്ചുണ്ടാവുന്ന ബലമാണ് വാതകമർദ്ദത്തിന് കാരണമാകുന്നത്. വാതകത്തിന്റെ വ്യാപ്തം എന്നത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിന്റെ വ്യാപ്തമാണ്. അപ്പൊ ഗ്യാസസിന്റെ വോളിയം എന്ന് പറഞ്ഞപ്പോ ഇതിപ്പോ ഒരു ബൗളാണ്, ഇതൊരു പാത്രമാണ്. അപ്പൊ ഈ പാത്രത്തിന് എത്ര വലിപ്പമുണ്ടോ അത് തന്നെയാണ് ആ ഗ്യാസസിന്റെ വോളിയം എന്നും പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റത്തെ ലോ നോക്കാം, ബോയിൽ നിയമം. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബോയിൽ നിയമത്തില് എന്താണ് താപനില കേട്ടോ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വ്യാപ്തവും മർദ്ദവുമാണ് എന്ന് ശ്രദ്ധിക്കണം. ബോയിൽ നിയമത്തിൽ വരുന്നത് ഏതാണ്? വ്യാപ്തവും മർദ്ദവും, വോള്യവും പ്രഷറും ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, എങ്ങനെയാണ്? അതായത് V കൊടുത്തിട്ടുണ്ട് I/P ആണ് അല്ലെ. താപനില മാസ് സ്ഥിരം അല്ലെ. V എന്താണ്? ഒരു സ്ഥിര സംഖ്യയാണ് ഇൻറ്റു I/P. അപ്പൊ PV സമം K ഇവിടെ കൊടുത്തിട്ടുണ്ട്. K എന്ന് പറയുന്നത് ഒരു സ്ഥിര സംഖ്യയാണ്. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. V എന്ന് പറയുന്നത് എന്താണ്? I/P ട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സിമ്പിള്, ഈ ഒരു ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ബോയിൽ നിയമത്തിന്റെ റൂൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വ്യാപ്തം മർദ്ദം എന്ന് കണ്ടാൽ അത് ബോയിൽ നിയമമാണ് എന്ന് പഠിക്കും. നമ്മൾ അങ്ങനെ ബോയിൽ നിയമം പഠിച്ചു. നെക്സ്റ്റ് വൺ നോക്കൂ. 300 K താപനിലയിൽ ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 60 മില്ലി ആണ്. ഏത് താപനിലയിലാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം 20 മില്ലി ആയി മാറുന്നത്? അതിലത്തെ ചോദ്യമാണ്. 300 K താപനിലയില് ഒരു നിശ്ചിത മാസ് ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം 60 മില്ലി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് താപനിലയിലാണ് ഈ വാതകത്തിന്റെ വ്യാപ്തം അത് 20 മില്ലി ആകുക? 60 മില്ലി എന്നുള്ളത് എന്താകണം? 20 മില്ലി. 300 K ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട് അല്ലെ. 300 K 60 മില്ലി എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 20 മില്ലി ആണ്. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കണം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ചോദ്യം നോക്കിക്കേ. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം 2 ഗ്രാഫുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വ്യാപ്തവും അതുപോലെ താപനില ടെമ്പറേച്ചറും തമ്മിലുള്ള 2 പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, വ്യാപ്തവും മർദ്ദവും ആണെങ്കിൽ അത് ഏത് നിയമമാണ്? ബോയിൽ നിയമമാണ് എന്ന് പറഞ്ഞു. എന്നാൽ വ്യാപ്തവും താപനിലയും ആണെങ്കിൽ അത് ഏത് നിയമമാണ്? ചാൾസ് നിയമമാണ് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ, താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ ചോദ്യങ്ങളാണ് കേട്ടോ. ഈ ചോദ്യത്തിനുള്ള ഈ ഗ്രാഫിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? വോള്യവും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഒരു ബൗൾ കണക്കാക്കിയേ, അതിലെ വോള്യൂം കണക്കാക്കിക്കേ, അതിലെ ടെമ്പറേച്ചർ കണക്കാക്കിക്കേ. എങ്ങനെയായിരിക്കും? നേർ അനുപാതത്തിൽ ആയിരിക്കും. താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? നേർ അനുപാതത്തിലാണ്. ഏതില്? ചാൾസ് നിയമത്തിലാണ് കേട്ടോ. അപ്പൊ ഈ മുഴുവൻ കാര്യവും പറയുന്നത് ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി നോക്കിക്കേ, ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാപ്തം താപനില എന്ന് കണ്ടാൽ തന്നെ അത് ഏതാണ്? ചാൾസ് നിയമമാണ്. വ്യാപ്തം മർദ്ദം എന്ന് വന്നാൽ അത് ബോയിൽ നിയമമാണ്. ഒന്നുകൂടി പറയുന്നു. ഇനി സി നോക്കൂ. അപ്പോ ഇവിടെ പറഞ്ഞു താപനിലയും വ്യാപ്തവും തമ്മിലുള്ള ബന്ധം എന്താണ്? നേർ അനുപാതത്തിൽ ആണ്. ഇനി ഈ ഗ്രാഫ് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നിയമം പ്രസ്താവിക്കുക. അപ്പൊ ഏത് നിയമം? ചാൾസ് നിയമം. എന്താണ് ചാൾസ് നിയമം? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം ഊഷ്മാവിന് അല്ലെങ്കിൽ താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, അവിടെ നമ്മൾ എന്താ പറഞ്ഞേ? താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് പറഞ്ഞു അല്ലെ ബോയിൽ നിയമത്തില്. പക്ഷെ ഇവിടെ എന്താ? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്തിന്? ഊഷ്മാവിന്. ഊഷ്മാവ് എന്ന് പറയുമ്പോ താപനില അല്ലെ. താപനിലയ്ക്ക് നേർ അനുപാതത്തിൽ ആയിരിക്കും. അതാണ് ചാൾസ് നിയമം. ഇനി V/T യുടെ വിലയുടെ പ്രത്യേകത എന്താണ്? V/T യുടെ വിലയുടെ പ്രത്യേകത ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. V/T എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഈ പിക്ചർ ഇങ്ങനെ തന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന്. വോള്യം താപനിലയാണെങ്കിൽ ചാൾസ് നിയമം, വ്യാപ്തവും മർദ്ദവുമാണെങ്കിൽ ബോയിൽ നിയമം പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, സംയോജിത വാതക സമവാക്യം, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. നാം പരിചയപ്പെട്ട ബോയിൽ നിയമം, ചാൾസ് നിയമം എന്നിവ ശ്രദ്ധിക്കൂ. നോക്കിക്കേ,
ഇവിടെ ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ചാൾസ് നിയമം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെക്കണേ. ഇത് ചോദിച്ച ചോദ്യമാണ്, പഠിച്ചു വെക്കണം. ഓക്കെ, ഇത് ഏതിന്റെയാണ് ഇക്വേഷൻ? ബോയിൽ നിയമത്തിന്റെ ഇക്വേഷൻ ആണ് ബോയില്. ഇനി ബി ശ്രദ്ധിക്കണേ. ഓക്കെ, എന്താ ടി ഇതാണ് ചാൾസ് നിയമമാണ് കേട്ടോ. ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഈ രണ്ട് നിയമങ്ങളും ഒരുമിച്ച് പരിഗണിച്ചാൽ കണ്ടോ ഇവിടെ ഈ ഇക്വേഷൻ ഇതാണ് എന്താ സംയോജിത വാതക സമവാക്യം എന്ന് പറയുന്നത്. സംയോജിത വാതക സമവാക്യം എന്ന് പറയുമ്പോൾ ബോയിലും ചാൾസും കൂടി ചേരുമ്പോഴുള്ള ഒരു വാതക സമവാക്യമാണ്. കണ്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് PV/T സമം K. K എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇവിടെ പ്രഷർ വന്നു, വോളിയം വന്നു, പിന്നെന്താ ടെമ്പറേച്ചർ വന്നു. മർദ്ദം, വോളിയം, മർദ്ദം, വ്യാപ്തം, താപനില. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ, ഒരു കാർബൺ 12 കേട്ടോ, ആ ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയി പരിഗണിച്ച് അതിന്റെ എത്ര മടങ്ങാണ് ഒരു മൂലക അറ്റത്തിന്റെ മാസ് എന്ന് പ്രസ്താവിക്കുന്നതാണ് അതിന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഈ മാസിനെ ഏകീകൃത മാസ് അഥവാ യൂണിഫൈഡ് മാസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ ഏകീകൃത മാസ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ അല്ലെ, കാർബൺ അറ്റോമിക് നമ്പർ 12, ആ ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചാൽ അതിന്റെ എത്ര മടങ്ങാണ് ഒരു മൂലക ആറ്റത്തിന്റെ മാസ് എന്ന് പ്രസ്താവിക്കുന്നതാണ് അതിന്റെ അറ്റോമിക മാസ്. ഇനി നോക്കൂ, ഒരു മൂലകത്തിന്റെ ആപേക്ഷിക അറ്റോമിക മാസിന്റെ അത്രയും ഗ്രാം അളവിൽ ഒരു മൂലകം എടുത്താൽ അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, 6 ഇവിടെ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു വരുന്നതിൽ പഠിക്കാനുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, 6.022 × 10⁻23 ഒരു മൂലകത്തിന്റെ ആപേക്ഷിക അറ്റോമിക മാസിന്റെ അത്രയും ഗ്രാം അളവിൽ ഒരു മൂലകം എടുത്താൽ അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇനി ഇവിടെ മൂലകങ്ങൾ തന്നിട്ടുണ്ട്, മൂലകങ്ങൾ അല്ലെങ്കിൽ സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്, അതിന്റെ രാസസൂത്രം തന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ SCERT-ല് ഈ ബോക്സ് എന്ത് ചെയ്തു വിട്ടിട്ട് തന്നിട്ടുണ്ട്. അവിടെ നമ്മളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കുക, ഓക്സിജന്റെ രാസസൂത്രം O2 ആണ് അല്ലെ. ഓക്സിജൻ O2 കാണുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം, അത് ഓക്സിജന്റെ കെമിക്കൽ നെയിം ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഓക്സിജന്റെ മോളിക്കുലർ മാസ് എത്രയാണ്? ഓക്സിജന്റെ മോളിക്കുലർ മാസ് 2 × 16 = 32. ഈ 2 എടുത്തു. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. അറ്റോമിക നമ്പർ. അപ്പൊ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ അറ്റോമിക മാസ് എത്രയായിരിക്കും? 2 × 8 16 = 32. ഓക്കെ, അപ്പൊ നമ്മള് അറ്റോമിക് നമ്പർ എത്രയാ ഇവിടെ തന്ന്? അറ്റോമിക് നമ്പർ ഓക്സിജന്റെ 8 ആണ് എന്ന് പറഞ്ഞു. മാസ് കാണണമെങ്കിൽ അതിന്റെ എന്തെടുക്കണം? ഇരട്ടി എടുക്കണം. അറ്റോമിക് നമ്പർ 8 ആണെങ്കിൽ മാസ് കാണുമ്പോൾ 8ന്റെ കൂടെ 8 കൂട്ടി അത് 16 ആക്കണം. എന്നിട്ട് 2 × 16 32 എന്നാക്കണം. ഇനി അമോണിയ. NH3 ആണ് അമോണിയ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. NH3 ഏതിനെയാണ്, ഏത് മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അമോണിയയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നൈട്രജൻ എന്ന് പറയുമ്പോൾ നൈട്രജന്റെ അറ്റോമിക നമ്പർ 7 ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കണ്ടേ? 14. അറ്റോമിക മാസ് കാണാൻ 14 × 3 14. ഇവിടെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നൈട്രജന്റെ അറ്റോമിക നമ്പർ 7 ആണ്. അപ്പൊ അതിന്റെ അറ്റോമിക മാസ് അതായത് മോളിക്കുലാർ മാസ് കാണണമെങ്കിൽ ആ 7ന്റെ ഇരട്ടി എടുക്കുക. 14 എടുത്തു. അപ്പൊ നൈട്രജന്റെ കിട്ടി. ഇനി ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 അല്ലെ. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാ? 1 ആണ്. അപ്പൊ ഇവിടെ 3 അല്ലേ. അപ്പോ 14 പ്ലസ് എത്രയാണ്? 3 × 1. അപ്പൊ എത്രയായി? 17.
ഓക്കെ, ഇനി അതുപോലെ ജലം H2O. H2O എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ എഴുതുക? Hന്റെ അറ്റോമിക നമ്പർ 1 ആണ്. 1, അപ്പോൾ 1 ഇൻറ്റു എത്രയാ? ഇവിടെ 2 ആക്കണ്ടേ? 1 ഇൻറ്റു 2 എത്രയാ? 2 തന്നെയാണ്. ഇനി ഓക്സിജന്റെ എത്രയാണ് അറ്റോമിക നമ്പർ? നമ്മൾ നേരത്തെ പറഞ്ഞ 8. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കണ്ടേ? 16. ഓക്കെ, അപ്പൊ 16 + 2 18. ഇനി അതേപോലെ ഗ്ലൂക്കോസ് തന്നിട്ടുണ്ട്. ഗ്ലൂക്കോസിന്റെ C6H12O6 ആണ്. അപ്പൊ C എത്രയാണ്? ഇവിടെ 6 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ C കാർബണിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 6 ആണ് അല്ലേ? 6ന്റെ ഇരട്ടി എടുക്കണം, 12. അപ്പൊ 12 ഇൻറ്റു ഇവിടെ സിന്റെ താഴെ എത്രയാ? 6 അല്ലേ? 12 ഇൻറ്റു 6 പ്ലസ് Hന്റെ എത്രയാ? 1 അല്ലേ? Hന്റെ 1 അല്ലേ? 1 ഇൻറ്റു 12. ഇനി O എത്രയാ? 8 അല്ലേ? 8ന്റെ ഇരട്ടി 16. 16 ഇൻറ്റു 6. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഇതൊന്നും കൂടി പറഞ്ഞുതരാം. കാർബണിന്റെ അറ്റോമിക നമ്പർ 6 ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി എടുക്കണം. 6ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 12. അപ്പൊ സിയിൽ അവിടെ എത്രയാ കൊടുത്തിരിക്കുന്നത്? സിയിൽ എത്രയാണ്? 6 ആണ് അല്ലേ? ഇവിടെ 6 അല്ലേ കൊടുത്തിരിക്കുന്നത്? അപ്പൊ 6 ഇൻറ്റു 12 അത് ചെയ്തു. പ്ലസ് ഇനി Hന്റെ എത്രയാ? 1 ഇൻറ്റു എത്രയാണ്? 12 അത് കൊടുത്തു. കണ്ടോ? 1 ഇൻറ്റു 12 കൊടുത്തു. ഇനി ഓയുടെ അറ്റോമിക നമ്പർ എത്രയാണ്? അല്ല, ഓക്സിജന്റെ എത്രയാ? 8 ആണ് അല്ലേ? 8 ആണ്. അപ്പൊ ഓക്സിജന്റെ 8 ആകുമ്പോ അതിന്റെ കൂടെ ഇരട്ടി എടുക്കണ്ടേ? 8 ഉം 8 ഉം 16. ആ 16 ഇൻറ്റു 6 180. നെക്സ്റ്റ് വൺ സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പൊ 1 ഇൻറ്റു 2 അല്ലെ? H എത്രയാണ്? Hന്റെ അറ്റോമിക നമ്പർ, ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 2 എഴുതി. ഇനി സൾഫർ എഴുതണം. അതിന്റെ ഇരട്ടി എടുത്തു. കണ്ടോ? 16ന്റെ ഇരട്ടി എത്രയാണ്? 32. 32 എന്നാ 1 ഇൻറ്റു 32 പ്ലസ് പിന്നെ എസിന്റെ താഴെ ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് 32 തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഓക്സിജന്റെ 8 അല്ലേ? 8 + 8 16 ഇൻറ്റു 4 98. അങ്ങനെയാണ്. അതേപോലെ നൈട്രജൻ N2 ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. 7ന്റെ കൂടെ 7 കൂട്ടണ്ടേ? 7 കൂട്ടി 14 കിട്ടി. 14 ഇൻറ്റു 2 28. കണ്ടോ? ഇങ്ങനെയാണ് അറ്റോമിക നമ്പറും ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് അറ്റോമിക മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്തറിയണം? കുറച്ചൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന്റെ അറ്റോമിക നമ്പർ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നോക്കൂ, താപനില 273 കെൽവിൻ ആയും മർദ്ദം ഒരു ആറ്റം ആയും സ്ഥിരപ്പെടുത്തിയാൽ അത് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ താപനില 273 കെയും പ്രഷർ ഒരു ആറ്റവുമായി സ്ഥിരപ്പെടുത്തിയാൽ അത് STP എന്ന് അറിയപ്പെടുന്നു. STPയിൽ ഒരു മോൾ ഏതൊരു വാതകത്തിലും ഇവിടെ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടായിരിക്കും. അപ്പൊ STPയിൽ എപ്പോഴും ഒരു മോൾ ഏതൊരു വാതകത്തിനും എത്ര വ്യാപ്തമായിരിക്കും? 22.4. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. അപ്പൊ STPയിലെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആണ്. അപ്പൊ PV പ്രഷർ വോളിയം കണ്ടോ? NRT. ഇതാണ് ആദർശവാതക സമവാക്യം എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോ ആദർശവാതക സമവാക്യത്തിന്റെ ഇക്വേഷൻ. PV NRT. ഓക്കെ, അപ്പൊ ഇവിടെ 22.4 മറക്കരുത്. അപ്പൊ ഇവിടെ നോക്കിയേ, STPയിൽ ഒരു മോൾ ഹൈഡ്രജൻ വാതകം കണ്ടോ? അപ്പൊ അതില് 2 മോൾ ഹൈഡ്രജൻ ആറ്റം, 2 × 6.22 × 10⁻23 ഹൈഡ്രജൻ ആറ്റം, ഒരു മോളാർ മാസ് ഹൈഡ്രജൻ, 22.4 ലിറ്റർ ഹൈഡ്രജൻ വാതകം, 2 ഗ്രാം ഹൈഡ്രജൻ വാതകം, പിന്നെന്താ 6.22 × 10⁻23 ഹൈഡ്രജൻ തന്മാത്രകൾ കണ്ടോ? ഇനി STPയില് 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കൂ, STPയിൽ 224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. STPയിൽ എത്രയാണ്? 224 ലിറ്റർ കേട്ടോ. 224 ലിറ്റർ ഏത് തന്മാത്രയാ? O2 അല്ലേ? ഓക്സിജൻ വാതകം എടുത്തിരിക്കുന്നു. അപ്പൊ അതിൽ 3 ചോദ്യങ്ങളാണ്. ഇതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ട് എന്നാണ് ചോദ്യം.
224 ലിറ്റർ ഓക്സിജൻ വാതകം എടുത്തിട്ടുണ്ട്. അതിൽ എത്ര മോൾ ഓക്സിജൻ ഉണ്ടെന്നാണ് ചോദ്യം. അതിൽ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 224നെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ 22.4 നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? 22.4 എത്രയാണ്? 10 മോള് കേട്ടോ. 10 മോള്. എനിക്ക് കെമിസ്ട്രിയെ കുറിച്ചിട്ട് നമ്മളൊന്ന് സയൻസ് പഠിച്ച ആൾക്കാരല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മളൊക്കെ ഹിസ്റ്ററി എടുത്ത ആൾക്കാരാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാകും. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഞാൻ ആ ലെസൺ ഒന്ന് വായിച്ച് മനസ്സിലാക്കി എൻ്റെ അറിവിൽ വെച്ച് പറഞ്ഞു തരികയാണ്. പക്ഷെ അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാന്നുള്ള വർക്ക്ഷീറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. എൻ്റെ ഒരു പരിമിതിയിൽ എടുത്തു തരണം. എന്തെങ്കിലും തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ 224 എന്താണ്? ലിറ്ററിനെ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞില്ലേ 22.4. ആ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മോൾ ഓക്സിജൻ തന്മാത്രകളാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? ഇവിടെ എത്ര മോൾ ഓക്സിജൻ എന്നാണ് ചോദിച്ചത്. 10 മോൾ ഓക്സിജൻ. ഇനി ഇതിൽ എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 10 മോളിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓക്സിജൻ കണ്ടെത്തിയ ശേഷം 10 × 6.022 × 10⁻23 കേട്ടോ. ഇതാണ് എത്ര തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നത്. പഠിച്ചല്ലോ. ഇനി എന്താ ഇവിടെ ചോദ്യം? ഇത്രയും ഓക്സിജൻ വാതകത്തിന്റെ മാസ് കണക്കാക്കുക. സൂചന ആറ്റോമിക മാസ് ഓക്സിജന്റെ 16 ആണ്. അതെങ്ങനെ 16 കിട്ടി? നേരത്തെ പറഞ്ഞില്ലേ നമ്മള് O2 എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ആറ്റോമിക നമ്പർ 8 ആണ്. അപ്പൊ 8 ആണ് അല്ലേ? അപ്പൊ 8ന്റെ ഇരട്ടി നമ്മൾ എടുക്കണം അല്ലേ? 8ന്റെ ഇരട്ടിയാണ് എന്ത്? 16. ഓക്കെ. അപ്പൊ 8 8 16 അല്ലേ? അപ്പൊ അല്ലെങ്കിൽ 16. ഓക്കെ. അപ്പൊ അതവിടെ ശ്രദ്ധിക്കുക. അറ്റോമിക മാസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓക്സിജൻ വാതകത്തിന്റെ മാസ് കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ സൂചന ആറ്റോമിക മാസ് 16 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ നോക്കിക്കേ. 32 × 10 അല്ലേ? 32 × 10 എത്രയാ? 320 ഗ്രാം. എങ്ങനെ 32 കിട്ടി? 32 എങ്ങനെ കിട്ടി? ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8. മാസ് നമ്പർ കാണണമെങ്കിൽ അറ്റോമിക മാസ് നമ്പർ കാണണമെങ്കിൽ 8ന്റെ കൂടെ 8 കൂട്ടണം 16. 16 കിട്ടിയോ? ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും O എന്നാണ് എഴുതുക? അല്ല, O2 എന്നാണ് എഴുതുക. അപ്പൊ 2 × ഈ 16 32. 32 × 10 മോള് 320 ഗ്രാം. മനസ്സിലായോ? ഇങ്ങനെയാണ് ഓക്സിജൻ വാതകത്തിന്റെ മാസ് കണക്കാക്കുന്നത്. ഇങ്ങനെ 224 ലിറ്റർ STP കേട്ടോ. അപ്പൊ ഇതിന്റെ സംഖ്യകളൊക്കെ വേറെ രീതിയിൽ, ലിറ്റർ കണക്ക് വേറെ മാറ്റിത്തരും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ ചെയ്തത് ഇവിടെ മനസ്സിലാക്കുക. ഇവിടെ 224 ലിറ്ററിനെ 22.4 കൊണ്ട് STP മോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഓക്സിജൻ ഉണ്ട് എന്ന് അതിൽ മനസ്സിലാക്കാൻ പറ്റും. എത്ര മോള് ഓക്സിജൻ ഉണ്ടെന്ന് മനസ്സിലാക്കും. ഇനി എത്ര തന്മാത്രകൾ ഉണ്ട് എന്ന് അറിയാൻ കിട്ടിയ മോളിനെ 6.022 × 10⁻23 നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതാണ് എന്ത് ചെയ്യുക? 10 × എത്ര മോൾ ഓക്സിജൻ ഉണ്ടോ അതേ × 6.022 × 10⁻23 ആണ്. ഇനി അതിന്റെ മാസ് കണക്കാക്കാൻ വന്നാൽ ഓക്സിജൻ ആണ് ഇവിടെ വാതകം തന്നിട്ടുള്ളത് എങ്കിൽ ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. അപ്പൊ ആറ്റോമിക മാസ് കാണണമെങ്കിൽ 8ന്റെ കൂടെ 8 കൂട്ടൽ 16 ആക്കണം. O2 ആണ് ഓക്സിജന്റെ രാസസമവാക്യം. അതുകൊണ്ട് 2 × 16 32 ആണ്. അപ്പൊ 32 × 10 മോൾ ഓക്സിജൻ ആണ് 320 ഗ്രാം ആണ് അതിലത്തെ ഓക്സിജൻ വാതകത്തിന്റെ 224 ലിറ്ററിൽ മാസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, STP സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ തുല്യ വ്യാപ്തമുള്ളവ കണ്ടെത്തുക. STP സൂക്ഷിച്ചിരിക്കുന്ന ചുവടെയുള്ള സാമ്പിളുകളിൽ 3 സാമ്പിൾ തന്നിട്ടുണ്ട്. അതില് തുല്യ വ്യാപ്തമുള്ളവ കണ്ടെത്തുക. നോക്കിക്കേ, തുല്യ വ്യാപ്തമുള്ളവ കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 64 ഗ്രാം തന്നിട്ടുണ്ട്. 64 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? 32 അല്ലേ? O2ന്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 32 അല്ലേ? നമ്മൾ നേരത്തെ കിട്ടിയില്ലേ? ആ 32 എന്ന് പറയുമ്പോൾ 2 മോളാണ്. വ്യാപ്തം എങ്ങനെ കിട്ടി?
എങ്ങനെയാണ് 2 × 22.4. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ 2 മോള് അല്ലേ. ഇനി വ്യാപ്തം കാണാൻ 2 × എത്രയാ 22.4 44 44.8 ലിറ്റർ കേട്ടോ. 42.8 ലിറ്റർ. ഇനി 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ 44/44 എങ്ങനെ 44 കിട്ടിയേ? കാർബണിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് നമ്പർ കാർബൺ ഡേ എടുക്കുക. കാർബൺ ഡേ എടുത്തിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക. ഓക്കെ, അപ്പോ എന്നിട്ട് എന്ത് ചെയ്യണം? ഓക്സിജന്റെ വേറെ എടുക്കണം. എന്നിട്ട് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് 44 കിട്ടുന്നത് അറ്റോമിക് മാസ്. 44 ഡിവൈഡഡ് ബൈ 44. ഇവിടെ 44 അല്ലേ. 44/2 ഒരു മോള് കിട്ടി. വ്യാപ്തം പറയുമ്പോൾ 1 × 22.4 അത് 22.4 ലിറ്റർ തന്നെയാണ്. ഇനി ഇവിടെ 2 × 6.022 10⁻23 NH3 തന്മാത്ര. NH3 പറഞ്ഞാൽ എന്താ? അമോണിയ ആണ് അല്ലേ. അമോണിയ ആണ്. അപ്പോൾ എന്നിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് എന്ന് നോക്കുക. അതിന്റെ ഇരട്ടി എടുക്കുക. ഇൻറ്റു ഇവിടെ ഒന്നും തന്നിട്ടില്ല. അപ്പൊ അത് 1 തന്നെയാണ്. H 1 തന്നെയാണ്. 1 × 3 3 ആണ്. അപ്പൊ അതങ്ങനെ ചെയ്തു പഠിക്കുക കേട്ടോ. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ചുവടെയുള്ള സാമ്പിളിൽ തുല്യ വ്യാപ്തമുള്ളവ എയും സിയുമാണ്. രണ്ടിലും 44.8 ലിറ്റർ കിട്ടി. അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള താപനിലകളെ യൂണിറ്റ് മാറ്റി എഴുതുക. ഇവിടെ 0 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. സെൽഷ്യസിലും കെൽവിനിലും ആക്കണം. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 273 കെൽവിനാണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 373 കെൽവിനാണ്. ഇനി 30 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 303 കെൽവിനാണ്. 27 ഇവിടെയൊക്കെ ഡാഷ് തന്നിട്ടുണ്ട് കണ്ടോ. ഈ ഡാഷ് ഇതിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അപ്പൊ 300 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് എന്നാണ് ചോദ്യം? 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അത് 313 കെൽവിനാണ്. ഇതാണ് ഈ ബോക്സ് കേട്ടോ. ഇനി അടുത്ത് നോക്കൂ. പട്ടിക പൂർത്തിയാക്കുക. അറ്റോമിക മാസ് H തന്നിട്ടുണ്ട്. H എന്ന് പറയുമ്പോൾ അറ്റോമിക മാസ് എത്രയാ? 1 തന്നെയാണ് അല്ലേ. കാർബണിന്റെ അറ്റോമിക നമ്പർ എത്രയാ? 6 ആണ്. അപ്പൊ അതിന്റെ അറ്റോമിക മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി 12 ആയിരിക്കും. ഓക്സിജന്റെ അറ്റോമിക നമ്പർ 8 ആണ്. അതിന്റെ ഇരട്ടി 16 ആണ്. നൈട്രജന്റെ 7 ആണ്. അതിന്റെ ഇരട്ടി 14. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. പദാർത്ഥം H2 തന്നു. മോളിക്കുലർ മാസ് എത്ര? മോളിക്കുലർ മാസ് ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 അല്ലേ. 1 അല്ലേ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ 1 × 2 2 മോളിക്കുലർ മാസ് കിട്ടി. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ എത്രയാണ്? 6 ആണ് അല്ലേ. കാർബണിന്റെ 6 ആണ്. അപ്പൊ അതിന്റെ ഇരട്ടി 12. ഓക്സിജന്റെ 8 × 16 ആണ്. 16 ആണ്. മനസ്സിലായോ? 16 × 2 32 32 33 34 10 44. മനസ്സിലായോ? ഇനി അപ്പൊ അതേപോലെ NH3 നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ അതിന്റെ മാസ് അല്ല നമ്മളിവിടെ തന്നിട്ടുണ്ട് അല്ലേ. N14 തന്നിട്ടുണ്ട്. അപ്പൊ 1 × 14 പ്ലസ് എത്രയാ? 1 × 3 അല്ലേ. അപ്പൊ അവിടെ കിട്ടി എത്ര? 17. ഇവിടെ 17 എന്നും കിട്ടിയിട്ടുണ്ട് അല്ലേ. 17 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ മോളിക്കുലർ മാസ് ഇവിടെ കണ്ടുപിടിച്ചു. ഡാഷ് നിന്ന് നമ്മൾ മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചു. ഇനി നൽകിയിരിക്കുന്ന മാസ് നോക്കിക്കേ. H2 എത്രയാ? മോളിക്കുലർ മാസ് 2. നൽകിയിരിക്കുന്ന മാസ് 10 ഗ്രാം ആണ്. ഇനി മോളുകളുടെ എണ്ണം ഇവിടുത്തെ 10 ഗ്രാം തന്നിട്ടുണ്ട്. 440 ഗ്രാം തന്നിട്ടുണ്ട്. 340 ഗ്രാം ആണ് അതിൽ അടങ്ങിയിരിക്കുന്ന മാസ് എന്ന് പറഞ്ഞു. ഇനി മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 10/2 നൽകിയിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ എത്ര? മോളിക്കുലാർ മാസ്. ഓക്കെ, മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് mm കേട്ടോ. m ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ എത്ര കിട്ടി? 10 ഗ്രാമിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി 440നെ 44 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. 340നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20. ഇനി STPയിലെ വ്യാപ്തം എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ STPയിലെ വ്യാപ്തം 112 തന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഫില്ലില് 224 ലിറ്റർ ആണ് കേട്ടോ. അതേപോലെ 340 ഗ്രാം മാസിൽ വരുമ്പോൾ 448 ലിറ്റർ ആണ്.
അപ്പൊ നമ്മൾ STPയിൽ ഇത് വ്യാപ്തം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ 3 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ 3 നമ്മൾ ചെയ്തു നോക്കിയില്ലേ, വ്യാപ്തം കണ്ടുപിടിക്കുന്നതൊക്കെ. അത് വെച്ചിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന്റെ സമീകരിച്ച സമവാക്യം നൽകിയിരിക്കുന്നു. അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനമാണ്. നൈട്രജൻ തന്നിട്ടുണ്ട്, 3 ഹൈഡ്രജൻ തന്മാത്രകളുണ്ട്, 2 NH3 ആണ്. NH3 എന്ന് പറയുമ്പോൾ നമ്മൾ അമോണിയയുടെ പഠിച്ചു വെക്കണേ. പ്രീവിയസ് ചോദ്യം NH3 എന്ന് പറഞ്ഞാൽ ഏത് മൂലകമാണെന്ന് ചോദിക്കാറുണ്ട്, ഏത് വാതകമാണെന്ന് ചോദിക്കാറുണ്ട്. അത് അമോണിയ ആണ് കേട്ടോ, അമോണിയ ആണ്. അപ്പോ ഇവിടെ ചോദ്യം നോക്കിക്കേ, 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? നൈട്രജൻ പ്രവർത്തിക്കാൻ എത്ര ഹൈഡ്രജൻ വേണം എന്നാണ് അല്ലേ. അപ്പോ 10 ഇൻറ്റു ഇവിടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യണം. കണ്ടോ, ഈ ഇക്വേഷനിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 10 ഇൻറ്റു ഹൈഡ്രജൻ എത്രയാണ് ഇവിടെ? 3 അല്ലേ. 10 ഇൻറ്റു 3 30 മോള്. ഓക്കെ, 3 ഹൈഡ്രജനിൽ ഇവിടെ തന്നിരിക്കുന്നത്, 3 ഹൈഡ്രജൻ അല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 എത്രയാ? 30 മോള്. ഇനി 10 മോൾ നൈട്രജൻ പൂർണ്ണമായും പ്രവർത്തിച്ചാൽ ലഭിക്കുന്ന അമോണിയയുടെ അളവ് എത്ര? അപ്പൊ ഇവിടെ എത്രയാണ്? N2 എത്രയാണ്? 1 ആണ് അല്ലേ. ഇവിടെ N2 1 തന്നിട്ടുള്ളൂ, ഇവിടെ വേറെ സംഖ്യ ഒന്നും ഇല്ലല്ലോ. N2 വെറും N2 എന്ന് പറയുമ്പോൾ എത്ര? 1 ആണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ 1 മോൾ N2 സമം 2 മോൾ NH3, 2 മോൾ NH3 ആണ് കേട്ടോ. അപ്പൊ 20 മോള്. ഇനി ഇവിടെ 448 ലിറ്റർ വാതകം 0 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ആറ്റം മർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വാതകത്തിൽ എത്ര മോൾ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു? അപ്പൊ 448 നമ്മൾ നേരത്തെ പഠിച്ച ചോദ്യങ്ങളാണ്. 448നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 മോള് കിട്ടി. ഈ സാമ്പിളിലെ തന്മാത്രകളുടെ എണ്ണം 20 ഒക്കെ നേരത്തെ പഠിച്ചു തന്നില്ലേ, അതേ ഇൻറ്റു 6.022 10 ഞാൻ ഫസ്റ്റ് ആ 2-3 ടേബിളിൽ ആ A B C പറഞ്ഞ് അത് മാത്രം പഠിച്ചാൽ മറ്റതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് എന്ത് ചെയ്തു, അതിൽ ചോദ്യം എന്ത്, ആദ്യം ചോദ്യമാണ് പഠിക്കേണ്ടത്, ഉത്തരമല്ല. ചോദ്യം ഇന്നത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആവർത്തിച്ച് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇത് നോക്കൂ, 400 ലിറ്റർ വാതകം 27 ഡിഗ്രി സെൽഷ്യസിൽ സ്ഥിരമർദ്ദത്തിൽ ഒരു സിലിണ്ടറിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതേ മർദ്ദത്തിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 200 ലിറ്റർ ആയി കുറച്ചാൽ താപനില എത്രയായിരിക്കും? ഇത് ഏത് വാതക നിയമമാണ് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ മർദ്ദം ചോദിച്ചിട്ടുണ്ട്, വ്യാപ്തം ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ആയി കുറച്ചാൽ താപനില എത്ര എന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. താപനില എന്ന് പറയുമ്പോൾ തന്നെ ഏതിൽ വരും? ചാൾസ് നിയമത്തിൽ വരും അല്ലേ. അപ്പൊ ഇവിടെ ഇക്വേഷൻ ഇത് നോക്കിക്കേ, ഇതേ മർദ്ദത്തിൽ ഈ വാതകത്തിന്റെ വ്യാപ്തം 200 ലിറ്റർ ആയി കുറച്ചാൽ താപനില എത്രയായിരിക്കും എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കൂ, 400 ഡിവൈഡഡ് ബൈ എത്ര ഇവിടെ കൊടുത്തിട്ടുണ്ട്? 300. V1 ഡിവൈഡഡ് ബൈ T1 സമം V2 ഡിവൈഡഡ് ബൈ T2. ഓക്കെ, 400 ബൈ V1 തന്നിട്ടുണ്ട് 400. ഇനി T1 ടെമ്പറേച്ചർ 300 സമം 200 T2. അത് നമ്മൾ ആ മാത്സിലൊക്കെ ചെയ്യാറില്ലേ, ഏതാണ് വർക്ക് ആൻഡ് ടൈമിലൊക്കെ ചെയ്യാറില്ല, അതേപോലത്തെ ഒരു ഇത് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ നന്നായിട്ട് അറിവുള്ളവർ, ഞാൻ ആ സാമ്പിളിൻ്റെ ഇത് കിട്ടുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ കുറച്ച് കൂടുതലായിട്ട് അങ്ങോട്ട് ഈ ഇതിൽ അത്യാവശ്യം മറ്റേ നേരത്തെ പറഞ്ഞതൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. കെമിസ്ട്രി ഒക്കെ ആണ്, തല പോകിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇതിലേക്കൊന്നും കൂടുതലായിട്ട് അങ്ങോട്ട് നിങ്ങൾ നല്ല ഹൈ ലെവൽ എക്സാം ഇതിനൊരു മാത്രം നന്നായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നേരത്തെ പറഞ്ഞതൊക്കെ ഒന്ന് ഓടിച്ചു വിടുക കേട്ടോ. ഇതിലൊന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലൊക്കെ കുറച്ച് കമ്മിയായിരിക്കും ചോദ്യങ്ങൾ കേട്ടോ. അതേപോലെ ഇവിടെ നോക്കൂ, ഒരു പദാർത്ഥത്തിന്റെ തിളനില 3 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിച്ച് എത്ര കെൽവിന് മുകളിലുള്ള താപനിലയായിരിക്കും? അപ്പൊ 273 പ്ലസ് 3 276 കെൽവിൻ ആയിരിക്കും. 273 പ്ലസ് 3 276 കെൽവിൻ ആയിരിക്കും. ഇനി ഇവിടെ അതേപോലെ 710 ഗ്രാം ക്ലോറിൻ വാതകത്തിലെ അതേപോലെ തന്മാത്രകളുടെ എണ്ണം എത്ര, ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടാക്കി, ഇതൊക്കെ നേരത്തെ ചോദിച്ച ചോദ്യം പഠിച്ചതാണ് നമ്മൾ കേട്ടോ. 710 ഡിവൈഡഡ് ബൈ Cl2, സീനെ കാർബൺ എടുക്കണം. ഓക്കെ, അത് പഠിച്ചിട്ട്
അതിന്റെ തന്മാത്രകൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, മാസൊക്കെ കണ്ടുപിടിക്കുന്ന കണ്ടില്ലേ, അത് ചെയ്യുക കേട്ടോ. അപ്പോൾ 10 മോള് കിട്ടും. പിന്നെ 10 × 6.2 അത് നമ്മൾ നേരത്തെ ചെയ്താണ്. ആകെ ആറ്റം എത്രയാണെന്ന് ചോദിച്ചാൽ 2 × 10 × 6.022 × 10⁻23 1.2 × 10⁻25. അതേപോലെ അമോണിയ നിർമ്മാണ പ്രവർത്തനത്തിലെ 700 ഗ്രാം നൈട്രജനുമായി പ്രവർത്തിക്കാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ? ഇതൊക്കെ ബാക്കിൽ നമ്മൾ കുട്ടികൾക്ക് ചോദ്യങ്ങൾ കൊടുക്കില്ലേ, അതൊക്കെയാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇതൊക്കെ അതാണ്. അതേപോലെ N2 3H2 നമ്മൾ നേരത്തെ ചെയ്തില്ലേ, നേരത്തെ ഒരു കണക്ക് ചെയ്തില്ലേ, നൈട്രജൻ മോളുകളുടെ എണ്ണം കാണാൻ 700 / 28 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാസ് കണ്ടുപിടിച്ചിട്ട് വേണം അത് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ ലെസൺ എന്ത് ചെയ്തു, അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മള് ആറാമത്തെ ലെസൺ ആയിട്ടുള്ള ലോഹങ്ങൾ എന്ന ചാപ്റ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു. ഇത് 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാതക നിയമങ്ങൾ. ആ ലെസണൊക്കെ അവിടെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ലെസണിൽ വേറെ ഒന്നുമില്ല. വാതക നിയമങ്ങൾ ലെസണേ കംപ്ലീറ്റ് ആയി. ആ ടോപ്പിക്കും അവിടെ കംപ്ലീറ്റ് ആയി, ലെസണും കംപ്ലീറ്റ് ആയിട്ടോ. വാതക നിയമങ്ങളും കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ താഴെ കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.